വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്കെതിരാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണെന്നും വഖഫ് ബോർഡിന്റെ അധികാരം പൂർണ്ണമായും മുസ്ലിം വിഭാഗത്തിന് മാത്രമാണെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജ്യസഭയിൽ എം പിയുടെ ചർച്ച. അതേസമയം കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ സുരേഷ് ഗോപിയുടെ അധിക്ഷേപം ആവർത്തിച്ചു. How does this bill affects the basic tenets of Indian Constitution, where it is secularism, where it is democracy, where it is equality? Any of this tenet, if you take it, there is a cardinal violation that is happening. Rijuji, what was the intention? If your intention was to strengthen the Waqf board is a statutory body. Even CAG audit is applicable to it. Now you are trying to facilitate alienation of Waqf properties. That is the essence of this bill, sir. രാജ്യത്തിന് എന്ത് സന്ദേശമാണ് ഈ ബിൽ നൽകുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചു. വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോഴെല്ലാം മുനമ്പം ജനതയുടെ പേര് പറയുകയാണ് ബി.ജെ.പി. നേതാക്കൾ. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയ എം പി മുനമ്പം ജനതയ്ക്കൊപ്പം ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പം എന്ന് പറയുന്നുണ്ടല്ലോ. സാർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. സാർ, ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പ്രകോപിതനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുനമ്പം ജനതയെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് ആക്രോശിച്ചു. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും പ്രസ്താവനയും ഭരണപ്രതിപക്ഷ ബഹളത്തിന് കാരണമായി. സുരേഷ് ഗോപി പാർലമെന്റ് ഫോറത്തെ ദുരുപയോഗം ചെയ്തുവെന്ന് പി സന്തോഷ് കുമാർ എം പി. Did you follow the content of Mr. Suresh Gopi's speech in Malayalam? Yeah, I understand. Sir, I am requesting you with due respect. Parliament should not be a forum to settle your cheap, mean political scores. Suresh Gopi is trying to misuse the Parliament forum. DMK MP തിരുച്ചി ശിവയും സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സഭാചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി. പിന്നാലെ കിരൺ റിജിജുവും JP നദ്ദയും പ്രതിപക്ഷത്തിനെയും ജോൺ ബ്രിട്ടാസ് എംപിയെയും വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. കൈരളി ന്യൂസ്, ദില്ലി.